ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7 നൂദില ഫാക്ടറി ടാസ്കിന്റെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു. ബിഗ് ബോസ് നൂറ എന്ന് പറയുന്ന ഒരു ഫാക്ടറി മുതലാളിക്കും ബാക്കിയുള്ള തൊഴിലാളികൾക്കും വേണ്ടി കൊടുത്തൊരു ടാസ്ക് ആണ്. ഈ ഒരു ടാസ്ക് അതിന്റെ പോക്കിനനുസരിച്ച് എന്താണ് എല്ലാവരും ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയെടുത്ത് കളിക്കേണ്ട ഒരു ടാസ്ക് ആണ്. നൂറയ്ക്ക് ബിഗ് ബോസ് നൽകുന്ന ഓർഡർ നിശ്ചിത സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ടാസ്കിലൂടെ നൂറയ്ക്ക് ലഭിച്ച സൂപ്പർ പവറുകളിൽ ഒന്ന് നഷ്ടമാകും. പക്ഷെ ഇങ്ങനൊരു കാര്യം നൂറയോട് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളവർക്ക് അറിയില്ല. ആദ്യത്തെ ദിവസം ഇത് ആരെയും അറിയിക്കാതെ തന്നെ ബിഗ് ബോസ് കൊടുത്ത ഓർഡർ നൂറ ബാക്കിയുള്ളവരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചു. വർക്കിന് ശേഷം നൂറയ്ക്ക് ഇഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് വേതനമായിട്ട് ഗോൾഡ് കോയിൻസ് നൽകാൻ സാധിക്കും. ഇഷ്ടപ്പെടാത്ത വർക്കേഴ്സിന് ബ്ലാക്ക് കോയിൻസ് നൽകാൻ സാധിക്കും. ടാസ്കിന്റെ അവസാനം ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻസ് ഉള്ളവർ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകും. ആദ്യത്തെ ദിവസത്തെ വർക്കിന് ശേഷം അക്ബറിന് മാത്രം കോയിൻസ് നൽകിയില്ല. ടാസ്കിന്റെ ഒന്നാം ദിവസം കഴിഞ്ഞപ്പോൾ ചിലർക്കൊക്കെ ടാസ്ക് എന്താണെന്ന് മനസ്സിലായി തുടങ്ങി. ഓർഡർ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നൂറയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മാത്രം അറിയാം. സോ രണ്ടാമത്തെ ദിവസം ആ ഒരു രീതിയിലാണ് കളി നടന്നത്. പക്ഷെ അക്ബർ എന്ന തൊഴിലാളി നേതാവ് പണിമുടക്കലിലൂടെയാണ് കാര്യങ്ങൾ നടത്താൻ ശ്രമിച്ചത്. അത് ചെറുതായിട്ടുള്ള ഒരു ഫിസിക്കൽ രീതിയിൽ വരെ കാര്യങ്ങൾ എത്തി. ശരിക്കും അക്ബറിന് നൈസായിട്ട് കൂടെ നിന്ന് പണി ഉഴപ്പിക്കുകയും ചെറുതായിട്ട് തെറ്റുവരുത്തുകയൊക്കെ ചെയ്യായിരുന്നു. കൂടാതെ ബാക്കിയുള്ളവരെ കൂടെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ തൊഴിലാളികളുടെ കൂട്ടത്തിൽ ആദില ഉണ്ടല്ലോ, ആദില ഏത് വശത്ത് നിൽക്കും എന്നുള്ളതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനിവേ അങ്ങനെ ബുദ്ധിപരമായ രീതിയിൽ അവർക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റിയില്ല. പണി തടസ്സപ്പെടുത്തുകയും വഴക്കും ബഹളമായിട്ട് കാര്യങ്ങൾ വേറെ വഴിക്കും പോയി. നൂറയുടെ കാര്യമാണെങ്കിലോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മുതലാളി കളിച്ച് യൂണിയൻ നേതാവിനെ തന്നെ ആദ്യത്തെ ദിവസം വേതനം കൊടുക്കാതെ വെറുപ്പിച്ചു. ബാക്കിയുള്ളവർ പറയുന്നതായിട്ട് യൂണിയൻ നേതാവായ അക്ബറുമായിട്ട് പ്രശ്നമുണ്ടായി. അതേസമയം നൂറയ്ക്ക് ഡയറക്റ്റ് തൊഴിലാളികളുമായിട്ട് ഇടപെടാതെ ഈ യൂണിയൻ നേതാവിനെ നൈസായിട്ട് കയ്യിലെടുത്ത് ബാക്കിയുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ വഴക്കും വെറുപ്പിക്കലും ഒന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ രണ്ടാമത്തെ ദിവസത്തെ വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചാണ്. ഇതിപ്പോ ബിഗ് ബോസ് ചോദിച്ചതിന്റെ പകുതി ഓർഡർ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. കൂടാതെ ആദ്യത്തെ ദിവസത്തെ ടാസ്ക് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു ഡയറക്ഷൻ നൂറയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നൂറയുടെ വായിൽ നിന്ന് തന്നെ ബാക്കിയുള്ളവർക്ക് കിട്ടി. അത് നൂറയുടെ ഒരു മണ്ടത്തരായി പോയി. അതോടുകൂടി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നൂറയ്ക്ക് എന്തോ പണി കിട്ടും എന്നുള്ള കാര്യം ബാക്കിയുള്ള തൊഴിലാളികൾക്ക് തോന്നി തുടങ്ങി. കഴിഞ്ഞ വീക്കിലെ ടാസ്ക് കഴിഞ്ഞപ്പോൾ മാസ് കാണിച്ച് സൂപ്പർ പവേഴ്സ് ഒക്കെ തനിയെ സ്വന്തമാക്കിയ ആളാണല്ലോ നൂറ. സോ നൂറെ ആർക്കും അത്ര വിശ്വാസമില്ല. ഈ രണ്ടാമത്തെ ദിവസത്തെ പണി തടസ്സപ്പെടുത്താൻ വേണ്ടി അഭിലാഷിന്റെ പ്ലാനിങ് ഉണ്ടായിരുന്നു. കൂടാതെ ഒനിലും മസ്താനിയൊക്കെ പണി തടസ്സപ്പെടുത്താൻ നല്ല എഫേർട്ട് ഇട്ടിരുന്നു. അവർ റോ മെറ്റീരിയൽസും എക്യുപ്മെന്റ്സും ഒക്കെ എടുത്ത് മാറ്റിവെച്ചു. ഷാനവാസ് പണി തടസ്സപ്പെടുത്താൻ കൂടെ നിന്നില്ലെങ്കിലും പണി എടുക്കാതെ ഒരു സ്ഥലത്ത് മാറി നിൽക്കുമായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ യൂണിയൻ സ്ട്രൈക്കിനെ തുടർന്ന് ബിഗ് ബോസ് കൊടുത്ത ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ നൂറയ്ക്ക് സാധിച്ചില്ല. ടാസ്കിന് ശേഷം നൂറ 2 ബ്ലാക്ക് കോയിൻ അഭിലാഷിനും 1 ബ്ലാക്ക് കോയിൻ അക്ബറിനും കൊടുത്തു. ഈ നൂദില ഫാക്ടറി ടാസ്ക് തീരാൻ ഇനി ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട്. നിലവിലെ സ്കോർ നില 1-1 എന്ന നിലയിലാണ് പോകുന്നത്. നൂറയ്ക്ക് ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യിക്കാനും സാധിച്ചു. തൊഴിലാളികൾക്ക് ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യിക്കാതിരിക്കാനും സാധിച്ചു. നാളെ നൂറയ്ക്ക് തൊഴിലാളികളെ കൊണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചാൽ നൂറയ്ക്ക് കിട്ടിയ സൂപ്പർ പവേഴ്സ് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. മറിച്ച് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ നൂറയ്ക്ക് സാധിച്ചില്ലെങ്കിൽ നൂറയുടെ ഒരു സൂപ്പർ പവർ നഷ്ടമാകും. സോ മൂന്നാം ദിവസം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നൂറ എന്ത് തന്ത്രമായിരിക്കും ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം. അതോ നൂറയെ കൊണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്യിക്കാതെ നൂറയുടെ സൂപ്പർ പവർ നഷ്ടപ്പെടുത്തുക എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന്